ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 749 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർ 7-ാം അധ്യായം 24-ാമത്തെ തിരുവചനമാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും? തൻ്റെ അനുഭവം എന്ന നിലയിൽ മാത്രമല്ല പൗലോസ് ഇങ്ങനെ എഴുതുന്നത്. ഇതൊരു നിലവിളിയാണ്. ഇത് ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ആഴത്തിൽ നിന്നും വരുന്നതാണ്. തന്നിൽ വസിക്കുന്നതായ ദുഷ്ടതയെക്കുറിച്ചുള്ളതായ അറിവ് പൗലോസിനുണ്ട്. അതോടൊപ്പം തന്നെ സൽഗുണപൂർണ്ണനാകുവാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ്. ഇവിടെ പറയുന്നതോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാണ്. പ്രിയമുള്ളവരെ, എന്നാൽ പൗലോസിന് ഉത്തമമായ ഒരു ബോധ്യമുണ്ട്. വിടുതൽ പ്രാപിക്കണമെങ്കിൽ കർത്താവിൽ അഭയം പ്രാപിച്ച് മതിയാകൂ എന്നുള്ളത്. അതുകൊണ്ടാണ് 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മിലുള്ളതായ കുറവുകൾ എന്തെല്ലാമാണ്? നാം പാപത്തിലാണോ ജീവിക്കുന്നത്? നാം പാപത്തിൽ ജീവിക്കുന്നു എങ്കിൽ ഇതാ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ളതായ സമയം ആഗതമായിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം, കർത്താവിൽ ശരണപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.